നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. വളരെയധികം വോളറ്റിലിറ്റി നിറഞ്ഞ ഒരു സെഷനായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ. അവിടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 0.37% മോഡസ്റ്റ് ഗെയിൻ രേഖപ്പെടുത്തുകയും ചെയ്തു. IT, ഹെൽത്ത് കെയർ, PSU, റിയാലിറ്റി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ മെറ്റൽ, PSU, എനർജി ഇൻഡെക്സുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ S&P തുടർച്ചയായ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും അടുത്ത ആഴ്ച ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലും പോസിറ്റീവ് ഓപ്പണിംഗ് കണ്ടു. ജപ്പാൻ, സൗത്ത് കൊറിയൻ ഇൻഡെക്സ്, MSCI ഏഷ്യ പസഫിക് ഇൻഡെക്സ് തുടങ്ങിയവയെല്ലാം പോസിറ്റീവ് സൈഡിലാണ്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $62 പെർ ബാരൽ എന്ന ലെവലിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് വിക്രാൻ എഞ്ചിനീയറിംഗ്. വിക്രാൻ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് സോളാർ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാനും സോളാർ പ്ലാന്റിൻ്റെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻ്റ് ആൻഡ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് 2035 കോടി രൂപയുടെ ഓർഡർ ഒനിക്സ് റിന്യൂവബിൾസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിക്രാൻ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഗെയിൽ എന്ന കമ്പനി ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റുമായി ചേർന്ന് ഗ്യാസ് ബേസ്ഡ് ഫെർട്ടിലൈസർ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗെയിൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. റിലയൻസ് കമ്മ്യൂണിക്കേഷന് സെൻട്രൽ ബാങ്ക് നൽകിയ ലോണിനെ ഫ്രോഡ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്റ്റോക്ക് ഇന്ന് തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. ആരിസ് ഇൻഫ്രാ സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ഗോസ്വാമി ഇൻഫ്രാ പ്രോജക്റ്റിൽ നിന്നും 35 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് ആരിസ് ഇൻഫ്രാ ആൻഡ് സൊല്യൂഷൻ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സുപ്രീം പെട്രോ കെമിക്കലിൻ്റെ പുതിയതായി നിർമ്മിച്ച പ്ലാന്റിൽ ചില എക്യുപ്മെൻറ്റ് മാൽഫങ്ഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സുപ്രീം പെട്രോ കെമിക്കൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സ്റ്റോക്കിൽ ചിലപ്പോൾ സെല്ലിംഗ് പ്രഷർ വന്നേക്കാം. ലോറസ് ലാബ് എന്ന കമ്പനി JVKRK ഫാർമയുടെ 4.9 കോടി ഷെയറുകൾ 49 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഗുജറാത്ത് നർമ്മദ എന്ന കമ്പനിക്ക് അമോണിയം നൈട്രേറ്റ് 2 പെല്ലറ്റ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 360 കോടി രൂപയുടെ ഓർഡർ ടോയോ എഞ്ചിനീയറിംഗിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്ത് നർമ്മദ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. GPT ഇൻഫ്ര എന്ന കമ്പനിക്ക് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 200 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് GPT ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. മോണ്ടെ കാർലോ എന്ന കമ്പനിക്ക് സോളാർ ഫോട്ടോ വോൾട്ടായിക് ബേസ്ഡ് പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ 147 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് മോണ്ടെ കാർല എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് അദാനി പോർട്ടാണ്. ഓസ്ട്രേലിയയുടെ നോർത്ത് ക്യൂൻസ്ലാൻഡ് എക്സ്പോർട്ട് ടെർമിനൽ അദാനി പോർട്ട് അക്വയർ ചെയ്തു. ഈ അക്വിസിഷൻ വഴി കമ്പനി 1 ബില്യൺ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലേക്ക് ഉടനടി എത്തിയേക്കും. അതായത് 2030 എത്തിയേക്കും. അതുകൊണ്ട് ഈ അക്വിസിഷൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഈ പാക്ക് ഡ്യൂറബിൾ ബിവാഡിയിൽ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എയർ കൂളർ പ്രൊഡക്ഷൻ ആയിരിക്കും ബിവാഡിയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നടത്തുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാക്ക് ഡ്യൂറബിൾ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഡിഫൻസ് സെക്ടറിലെ നൈബ് എന്ന കമ്പനി 250 കോടി രൂപയുടെ ഫണ്ട് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നൈബ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്